സമിതി കൺവീനർ ജോസഫ് ബെന്നി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസഫ്, കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി കിട്ടില്ല എന്ന്. പക്ഷേ നിങ്ങളൊക്കെ തിരിച്ചല്ലേ വിചാരിച്ചിരുന്നത്? വഖഫ് ഭേദഗതിയിലൂടെ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടും എന്ന് തന്നെയല്ലായിരുന്നോ ഈ ദിവസങ്ങളിൽ അത്രയും BJP നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങള് ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം മുനമ്പം സമരപ്പന്തലിൽ കേരളത്തിലെ എല്ലാ BJP നേതാക്കന്മാരും വരികയും ഈ നിയമനിർമ്മാണത്തിലൂടെ, ഈ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുകയും എന്തായാലും ഉറപ്പായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ മുനമ്പം തീരപ്രദേശത്തെ ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇനിയും ഞങ്ങൾ എത്ര കടമ്പകൾ കടക്കണം? ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ദീർഘമായ നീതിന്യായ പോരാട്ടം നടത്തേണ്ടി വരുമോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും അത് സാധിക്കുകയില്ല. കാരണം ഗവൺമെന്റ് അടിയന്തിരമായി ഇത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, കാരണം ഞങ്ങൾ ഈ ഭൂമി പണം കൊടുത്ത് വാങ്ങിച്ചതാണ്, അതിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ സമരങ്ങൾ നടത്തിയിരുന്നതും. മുനമ്പം തീരപ്രദേശത്തേക്ക് എല്ലാ BJP നേതാക്കന്മാര് വന്നപ്പോഴും ഞങ്ങള് കോൺഗ്രസുകാരെയും അതേപോലെ CPM-കാരെയും ഞങ്ങള് അവിടെ വരുന്നതിനോട് ശക്തമായ രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. മുനമ്പത്തെ ഓരോ ജനങ്ങളും ഈ നിയമ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജോസഫ് ബെന്നി, നിങ്ങളെ BJP തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ, മുതലെടുക്കുകയായിരുന്നോ? അല്ല, ഞങ്ങള് മത്സ്യത്തൊഴിലാളികളാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, പലവട്ടം കോടതി വ്യവഹാരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഓരോരുത്തരും വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരുന്നു, ഞങ്ങൾ ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീതി ലഭിക്കാതെ ഞങ്ങൾ അലയുകയാണ്. ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നീതി നടപ്പാകുന്നില്ല എന്നാണ് ഞങ്ങളിപ്പോൾ ചിന്തിച്ചു പോകുന്നത്. പണം കൊടുത്തു വാങ്ങിയ ഒരു ഭൂമി വർഷങ്ങളോളം കഴിഞ്ഞ് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു സുപ്രഭാതത്തിൽ കരമടക്കാൻ ചെല്ലുമ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിനും ഇതിനൊരു നിയമനിർമ്മാണത്തിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ശരിക്കും ആ ബില്ലിൽ ഒരു സെക്ഷൻ എഴുതി ചേർത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെയും കൂടി അതിനെപ്പറ്റി ചർച്ചയുണ്ടായിരുന്നതായിരുന്നു. ആ ബില്ലിൽ, അതായത് ബോറക്കും അഗാഖാനിക്കും എങ്ങനെയാണോ ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാരം ലഭിക്കുന്നത്, 1954 ട്രസ്റ്റ് ആയിട്ടുള്ള അജ്മീർ, രാജസ്ഥാനിലെ അജ്മീറിലെ ദർഗ അടക്കം അത് വഖഫിന്റെ അല്ല എന്ന് 1954 നിയമ ഭേദഗതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ 2025 ഈ ഭേദഗതിയിലും വഖഫ് പ്രോപ്പർട്ടി അല്ല അഗാഖാനക്കും അതേപോലെ ബോറ സമുദായത്തിനും എന്ന് പറയുന്നുണ്ട്. അതേപോലെ മുനമ്പത്തിനും ഈ ട്രസ്റ്റിൽ നിന്നും വാങ്ങിയ ഭൂമി ആയതുകൊണ്ട് അത് വഖഫിൽ വരികയില്ല എന്നൊരു വാക്ക് എഴുതി ചേർത്ത്, ഒരു വാചകം എഴുതി ചേർത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം തീരുമായിരുന്നു. ഞങ്ങൾക്ക് വന്ന എല്ലാ നേതാക്കന്മാരും പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതിലൂടെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മന്ത്രി തന്നെ ഇങ്ങനെ പറയുന്നു, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മുനമ്പം തീരപ്രദേശത്തേക്ക് ഇത് വരുമ്പോൾ ഞങ്ങളുടെ ജനങ്ങൾ എങ്ങനെ ഇതിനെ കാണുമെന്ന് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം മുനമ്പം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വഖഫ് നിയമ ഭേദഗതിയെ BJP കേരളത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് അവർ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു, മാധ്യമങ്ങളിൽ അങ്ങനെ പറഞ്ഞിരുന്നു. ഉറപ്പായും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയല്ലേ? അതെ, ഇത് തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്. ഞങ്ങൾ ആരെ വിശ്വസിക്കും? ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ എവിടെ നിന്ന് കിട്ടും? ഞങ്ങളെ എങ്ങനെ ജീവിക്കുക മുന്നോട്ട് കൊണ്ടുപോകും? 610 കുടുംബങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അവശതയായ ഒരു രംഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ നിയമ ഭേദഗതിയിലൂടെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് വെറും കൈയായിരിക്കില്ല. കിരൺ റിജിജു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം വരുമ്പോൾ കിരൺ റിജിജു പറയുമെന്ന് തന്നെയാണ്
BJP നേതാക്കന്മാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എവിടെ ഞങ്ങൾക്ക് നീതി? ഞങ്ങൾക്കറിയില്ല ഇനി എന്താണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഇക്കാര്യം വിശദീകരിക്കാനായിരുന്നോ? അതാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മുൻപത്ത് വന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ജനം ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? അത് വളരെ ദുഃഖത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഞങ്ങളിപ്പോൾ നിലനിൽക്കുന്നത് ഈ വിവരം അറിഞ്ഞപ്പോൾ. ഇന്ന് കിരൺ റിജിജുവിനെ വരവേറ്റതുപോലും നന്ദി മോദിജി വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കിയതിന് എന്ന പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു. അപ്പോൾ ആ ജനതയോട് എന്താണ്, ഈ വിശ്വാസം അർപ്പിച്ചവരോട് എന്താണ് ഈ നേതാക്കന്മാർ ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ശ്രീ ജോസഫ്, അതെ, ഞങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾ ഈ നിരാഹാര സമരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മുനമ്പം തീരപ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ വരുന്ന നിയമ ഭേദഗതിയിൽ മുനമ്പം ജനത്തിന് ശാശ്വതമായ പരിഹാരം ലഭിക്കും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ എല്ലാ നേതാക്കന്മാരുമുണ്ട്. അത് തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമിതമായ വിശ്വാസത്തിലായിരുന്നു. ആ വിശ്വാസത്തെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ് കിരൺ റിജിജുവിന്റെ പ്രസ്താവനയിലൂടെ നടന്നിരിക്കുന്നത്. ഈ ഭേദഗതി വന്നപ്പോൾ തന്നെ അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ലേ? അല്ല, മുൻകാല പ്രാബല്യം ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ ട്രസ്റ്റ് സെക്ഷൻ 2-ൽ ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളോട് ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റാലിൻ സാറാണ് എല്ലാം അറിഞ്ഞു പഠിച്ചു വെച്ചത്. പക്ഷെ അദ്ദേഹത്തിനോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഇത് കാണുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇത് മാത്രം വഴിയുള്ളൂ, ഈ 2 സെക്ഷനിൽ ഇത് പരിഹരിക്കപ്പെടും എന്ന് ഇന്ന് രാവിലെ കൂടി അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നോ എന്ന് ഞങ്ങൾക്കിപ്പോൾ വ്യക്തമായ സംശയമാണ്. നന്ദി ജോസഫ്. പിന്നെ ഏതായാലും താങ്കളുടെ വികാരം ഞങ്ങൾക്ക് വ്യക്തമാണ്. സമരസമിതി കൺവീനറാണ് ജോസഫ് ബെന്നി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുനമ്പം ജനതയെ BJP തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയും അനന്തമായ നിയമ പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ പോകണമോ? ഞങ്ങൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്, എന്താണ് ജനങ്ങളോട് പറയേണ്ടത് എന്നറിയില്ല എന്നാണ് ആ സമരസമിതി നേതാവ് പറഞ്ഞത്. നമുക്കറിയാം, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അവർ അവിടെ നിന്നും ഒഴിവാക്കിയിരുന്നു. BJP നേതാക്കന്മാരായിരുന്നു യഥേഷ്ടം മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അവർ ആവർത്തിച്ച് ആ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ് ഏതായാലും ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്.